രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുള്ളത് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. എലിശാ പ്രവാചകന്റെ കാലത്ത് നടന്നൊരു കാര്യമാണ്. എലിശാ പ്രവാചകന്റെ കാലത്ത് പ്രവാചക ശിഷ്യന്മാരുണ്ട്. അങ്ങനെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലിശായുടെ അടുക്കൽ ചെന്ന് കരയുന്ന കാര്യമാ ഈ 4-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവൻ യഹോവ ഭക്തനായിരുന്നു, ദൈവത്തിന്റെ ദാസനായിരുന്നു, എലിശായുടെ ശിഷ്യനായിരുന്നു. സ്തോത്രം. അവൻ പെട്ടെന്ന് മരിച്ചു. വലിയ കടബാധ്യത ഇവരുടെ ജീവിതത്തെ കയറി മൂടി. വലിയ പ്രതിസന്ധിയായി വന്നപ്പോൾ അവൾ ചെയ്തത് ഓടി ദൈവസന്നിധിയിലെത്തി. കടമുള്ളവരോട് ഞാൻ പറയാം, നിന്റെ കടം തീരേണ്ടത് ദൈവസന്നിധിയിലാണ്. കടമുള്ളവർ ഈ വചനം കേൾക്കണം. കടം എങ്ങനെ വന്നു എന്നുള്ളല്ല വിഷയം. നിന്റെ കടത്തിനകത്ത് ഒരത്ഭുതം നടക്കാൻ പോവാ. ദൈവസന്നിധിയിൽ ഇവള് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ അവിടെ അവസ്ഥ തുറന്നു പറയുക. പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവള് പറയാ, 1 ഭരണി എണ്ണയുണ്ട്. ഇത്രയും നാളാ എണ്ണയ്ക്ക് അവള് വലിയ വില കൽപ്പിച്ചില്ല. അപ്പൊ എന്താ ദൂത്? കടമുള്ളവരുടെ വീട്ടിൽ തന്നെ കടത്തിന്റെ പരിഹാരം മറിഞ്ഞിരിപ്പുണ്ട്. അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ദൈവസന്നിധി വരുമ്പോ നിനക്കത് കാണാം. കടക്കാരി പിള്ളേരുടെ കൈക്ക് പിടിച്ചിരിക്കുക. നിന്റെ സന്തതിയുടെ കയ്യിൽ ദുഷ്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടി വിടിയിക്കുന്ന ഒരു അത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ഒരു വീട്ടിൽ നടക്കാത്തൊരു അത്ഭുതം അവിടെ വീട്ടിൽ നടന്ന അത്ഭുതം പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് പ്രവാചകനോട് വിവരിക്കുമ്പോൾ പ്രവാചകൻ പറയുക, നീ പോയി നിന്റെ കടം മുഴുവൻ വീട്ടിക്കും. സ്തോത്രം. ശേഷിപ്പ് കൊണ്ട് ദൈവമിട്ട ആയുസ് വരെ നീ ഉപജീവനം കഴിച്ചു. കടമുള്ള ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ കടത്തിനകത്തൊരു അത്ഭുതം നടക്കുക. നിന്റെ സന്തതിയുടെ കൈക്ക് ശത്രു പിടിച്ചെങ്കിൽ ആ പിടി ഒരു അത്ഭുതം കൊണ്ട് ദൈവം വിടിവെക്കും. സ്തോത്രം. ആരുടെയും വീട്ടിൽ നടക്കാത്ത ഒരത്ഭുതം നിന്റെ വീട്ടിൽ നടക്കട്ടെ. നിനക്കിത് സംഭവിച്ചത് നിന്റെ വീടൊരു അത്ഭുതമാകാനാ. വീണ്ടും ഞാൻ സംസാരിക്കാം, നിന്റെ വീടൊരു അത്ഭുതമാകാനാ. നിന്റെ വീടൊരു അത്ഭുതമാകും. വിശ്വസിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കടബാധ്യത എന്ന ഊരാ കുരുക്ക് മനുഷ്യ മനസ്സുകളെയും ഹൃദയങ്ങളെയും ജീവിതത്തെയും തകർത്തോണ്ടിരിക്കുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് ദൈവം ഇറങ്ങി ഒരു കുടുംബത്തിന്റെ കടബാധ്യത മാറ്റി ആ കുടുംബത്തിനകത്ത് ശേഷിപ്പ് വരുത്തിയ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ദൈവസന്നിധി സമർപ്പിച്ച വിഷയത്തിനകത്ത് ഒരു മഹാത്ഭുതം നടക്കണം. കർത്താവിന്റെ കൈ തൊട്ടത് കൊണ്ട് സ്തോത്രം. നിന്റെ നാമം ചൊല്ലി ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ കടബാധ്യതയ്ക്ക് ഉടനെ പരിഹാരമുണ്ട്. നീ എന്നും കേൾക്കുന്ന പോലെ ഈ മെസ്സേജ് പല ആവർത്തി കേൾക്കണം. മുട്ടേ നിന്ന് പ്രാർത്ഥിക്കണം. അത്ഭുതം നടക്കും. ഗോഡ് ബ്ലസ് യു.